ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സെൻട്രിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ലീനിയർ ആൾജിബ്ര ആൻഡ് മെട്രിക്സ് തിയറിയിലെ മൊഡ്യൂൾ 2 ആയിട്ടുള്ള വെക്ടർ സ്പേസസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ 1 മെട്രിക്സ് തിയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വെക്ടർ സ്പേസസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. വെക്ടർ സ്പേസസ് ഓവർ ആൻ ആർബിട്രറി ഫീൽഡ്, റിയൽ നമ്പേഴ്സ് ആൻഡ് കോംപ്ലക്സ് നമ്പേഴ്സ്, ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഡിപെൻഡൻസ്, ബേസിസ് ആൻഡ് ഡയമെൻഷൻ, സബ്സ്പേസസ് ആൻഡ് കോഷ്യന്റ് സ്പേസ്, direct sum of vector spaces, geometry of points, lines and planes in R2 and R3 in terms of subspaces. ഇപ്പോൾ റിപ്പിറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ ബേസിസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഡയമെൻഷൻ എന്താ ചോദിച്ചിട്ടുണ്ട്, ലീനിയർ ഇൻഡിപെൻഡൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ സബ്സ്പേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കേരള സെറ്റിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ബേസിസ് എന്താണ്, ഡയമെൻഷൻ എന്താണ് എന്നതിനെ കുറിച്ചൊരു ശരിയായ ധാരണ വേണം. അപ്പം നമുക്ക് നേരെ ബേസിസ് എന്താണെന്ന് നോക്കാം. ലെറ്റ് V be a vector space over the field F. Then B is called the basis of V if B is linearly independent and span of B equal to V. ഒരു B എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് വിയുടെ ബേസിസ് ആവണം എന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റും സ്പാൻ ഓഫ് ബി വി ആയാൽ മതി. അങ്ങനെയെങ്കിൽ ബേസിസിലുള്ള എലമെന്റ്സിന്റെ എണ്ണത്തെയാണ് നമ്മൾ ഡയമെൻഷൻ ഓഫ് വി എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. അപ്പം എന്താന്ന് നോക്കാം. ഡയമെൻഷൻ ഓഫ് ആർ എൻ ഓവർ ആർ ഇസ് എൻ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് R3 ഓവർ ആർ ഇസ് 3. ഡയമെൻഷൻ ഓഫ് CN ഓവർ ആർ ഇസ് 2n. ഡയമെൻഷൻ ഓഫ് m by n ഓഫ് ആർ ഈക്വൽ ടു mn. അതായത് m by n മെട്രിക്സിന്റെ ഒരു വെക്ടർ സ്പേസ് എടുക്കുകയാണ് ഓവർ ആർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയമെൻഷൻ കാണാൻ m into n ചെയ്താൽ മതി. ഡയമെൻഷൻ ഓഫ് m2 ഓഫ് C ഓവർ ആർ ഇസ് 8. Dimension of Pn of R equal to n plus 1. Pn of R എന്ന് പറയുന്ന set of all polynomials of degree less than or equal to n with coefficients from R. Real numbers. Okay. അതിൻ്റെ ഡയമെൻഷൻ n plus 1 ആണ്. ഇനി അടുത്തൊരു കാര്യം മനസ്സിൽ എപ്പോഴും വെക്കണം, കാരണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. Let W be a subspace of Rn over R with k linearly dependent vectors. Then dimension of W equal to n minus k. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ W be a subspace of R3 over R ആണെന്ന് കരുതാം. ഓക്കെ, ആൻഡ് യു ഹാവ് ഗീവൺ W ആസ് സെറ്റ് ഓഫ് ഓൾ x1, x2, x3 ആൻഡ് വിത്ത് ഗീവൺ കണ്ടീഷൻ x1 ഈക്വൽ ടു x2. ഇങ്ങനെ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് W കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വാട്ട് യു ഹാവ് ടു ഡു, ഡയമെൻഷൻ ഓഫ് R3 അല്ലേ, ഡയമെൻഷൻ ഓഫ് R3 ഈസ് 3 മൈനസ് നമ്പർ ഓഫ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് കണ്ടുപിടിക്കാം. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, x1 ഈക്വൽ ടു x2 എന്നുള്ള കണ്ടീഷനാണ്. അതായത് ഞാൻ ഇതിനെ ഒരു ഓർഡർ ട്രിപ്ലറ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ x1 എന്താണ്, x2 ആണ്. ഓക്കെ, x2 എന്താണ്, x1 ആണെന്ന് പറയാൻ പറ്റുമോ, ഇല്ല. x2 എന്ന് പറയുന്നത് x2 ഇറ്റ്സെൽഫ് ആണ്. x3ക്ക് ഒരു ചേഞ്ചും ഇല്ല, x3. അപ്പോൾ ഇതിൽ എത്ര ലീനിയർലി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ വെക്ടർ ഉണ്ടെന്ന് ചോദിച്ചാൽ ദർ ഇസ് ഓൺലി വൺ വെക്ടർ, ദാറ്റ് ഇസ് x1. ഓക്കെ, x1 മാത്രമാണ് x2നെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ, x1 ഡിപ്പെൻഡ്സ് ഓൺ x2. സോ നമ്പർ ഓഫ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. സോ 3 മൈനസ് 1 ഇസ് ഈക്വൽ ടു 2 ഈസ് ദ ഡയമെൻഷൻ ഓഫ് സബ്സ്പേസ് W. അപ്പം ഇങ്ങനെയാണ് എന്താ ആർ എൻ ഓവർ ആറിലുള്ള സബ്സ്പേസസിൻ്റെ ഡയമെൻഷൻ വിത്ത് എ ഗീവൺ കണ്ടീഷൻ തന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇത് എപ്പോഴും മനസ്സിലോർത്ത് വയ്ക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ലെറ്റ് എ ബി n by n matrix and W be a vector space spanned by the set of vectors, that is set I, a square, etc. a raised to n. Then dimension of W is at most n. Next, dimension of W1 plus W2 equal to dimension of W1
പ്ലസ് ഡയമെൻഷൻ ഓഫ് W2 മൈനസ് ഡയമെൻഷൻ ഓഫ് W1 ഇൻ്റർസെക്ഷൻ W2. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. A subspace of R3 over R is option A W equal to set of all x, y, z such that x plus 2y plus 3z equal to 2. Option B U equal to set of all x, y, z such that x plus y plus z equal to 5. Option C V equal to set of all x, y, z such that 2x minus 3y plus 4z equal to 0. Option D x equal to set of all x, y, z such that 2x plus 3y minus z equal to 3. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. ഇവയിൽ ഏതാണ് സബ്സ്പേസ് ഓഫ് R3 ഓവർ R എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു സബ്സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. ഇതിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഏതാണ് R3ത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്? ഇറ്റ് ഇസ് R3 ആയതുകൊണ്ട് തന്നെ 0 0 0 ഇതാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അപ്പോൾ 0 0 0 എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഒരു എലമെൻറ്റ് ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, 0 0 0 വരണം എന്നുണ്ടെങ്കിൽ എക്സും വൈയും സെഡും 0 ആവണം. അങ്ങനെ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് നെവർ ടു അല്ലേ, എക്സും വൈയും സെഡും 0 വരികയാണെന്നുണ്ടെങ്കിൽ ഈക്വേഷൻ എന്തേ ആവുള്ളൂ? ഇറ്റ് ഈസ് 0. പക്ഷെ നമുക്ക് 2 എന്നാണ് ആ ഒരു സബ്സ്പേസിൽ പറയുന്നത്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇസ് നെവർ എ സബ്സ്പേസ്. ഇനി ബി നോക്കാം. ബിയിലും നമ്മൾ നോക്കുകയാണ് 0 0 0 എന്ന് അറിയുന്ന എലമെന്റ് ഉണ്ടോ? ഉണ്ടാവില്ല അല്ലേ. എക്സിനും വൈനും സെഡിനും 0 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5 അല്ല കിട്ടേണ്ടത്, 0 ആണ്. അപ്പോൾ അതും പറ്റില്ല. ഇനി ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ വി നോ എക്സ് വൈ സെഡ് 0 ആവണം. സോ 0 കൊടുക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് 0. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ഈസ് എ സബ്സ്പേസ്. ഡി നോക്കുമ്പോഴും നിങ്ങൾക്ക് അതേപോലെ കിട്ടും, അത് സബ്സ്പേസ് അല്ല എന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. സബ്സ്പേസ് ഓഫ് R3 ഓവർ R കണ്ടുപിടിക്കാൻ അതിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ആ സബ്സ്പേസിൽ നോക്കണം. ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വാട്ട് യു ഹാവ് ടു ഡു, അതിൽ തന്നിരിക്കുന്ന റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഇത് നമ്മൾ ഇക്വേഷൻ അല്ലേ, ആ ഇക്വേഷൻ ഹോമോജീനിയസ് ആയാൽ മതി, ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ വന്നാൽ മതി. സോ ഹിയർ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ലെറ്റ് വി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x1 x2 എക്സെട്ര x100 സച്ച് ദാറ്റ് x1 ഈക്വൽ ടു 2 x2 ഈക്വൽ ടു 3 x3 ആൻഡ് x51 മൈനസ് x52 മൈനസ് എക്സെട്ര മൈനസ് x100 ഈക്വൽ ടു 0. Then the dimension of V is option A 98, option B 49, option C 99 and option D 97. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഒരു വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട് ആണല്ലോ. അതിൽ കുറച്ച് കണ്ടീഷൻസും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്താണ് ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. എന്താണ്? അതിൻ്റെ ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് ബി ആണെന്ന് പറയുക? ആ ബിയിലുള്ള എലമെൻറ്റ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. മാത്രമല്ല ആ ബി സ്പാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി കിട്ടുകയും വേണം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബേസിസ് കിട്ടും. അത് മാത്രമല്ല, ബേസിസ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡയമെൻഷനും എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ കണ്ടീഷൻ തന്നിട്ടുണ്ട് അല്ലേ. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് x1 ഈക്വൽ ടു 2 x2 ഈക്വൽ ടു 3 x3. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് x51 മൈനസ് x52 മൈനസ് എക്സെട്ര മൈനസ് x100 ഈക്വൽ ടു 0. സോ കണ്ടീഷൻ തന്നിട്ട് ഒരു വെക്റ്റർ സ്പേസ് തന്നാൽ അതിൻ്റെ ഡയമെൻഷനും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പം ആൻസർ കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ തന്നിട്ടുള്ളത് x1 ഈക്വൽ ടു 2 x2 ഈക്വൽ ടു 3 x3 ആണെന്ന്. അപ്പോൾ അതിൽ x1ന് എനിക്ക് വേണമെങ്കിൽ 2 x2 എന്ന് എഴുതാമല്ലോ. ആ കണ്ടീഷൻ എന്ന് തന്നെ എഴുതാം. അത് മാത്രമല്ല x2 എന്ന് പറയുന്നത് 3/2 x3 ആണ്. അങ്ങനെയാണെങ്കിൽ 100 ടപ്പിൾ n ടപ്പിൾ ഈ എങ്ങനെ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? x1 x2 എക്സെട്ര x3 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ x1ന് പകരം എനിക്ക് ഇവിടെ 2 x2 കിട്ടി. ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ x2ന് പകരം 3/2 x3 എന്നും കിട്ടി. ഇനി x3ക്ക് പകരം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതായത് x3 എന്ന് പറയുന്ന ഇവിടെ എന്ത് വേരിയബിൾ ആണ്? ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. x3 എന്ന് പറയുന്നത് x2നെയും x1നെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഈ രണ്ട് കണ്ടീഷനിൽ നിന്ന് കിട്ടി. പിന്നെ ബാക്കിയുള്ള വേരിയബിൾസ് ഒക്കെ എന്താ? അതേപോലെ തന്നെ, മാറ്റമൊന്നുമില്ല.
അപ്പോൾ ആ ഒരു ഒറ്റ കണ്ടീഷൻ അഥവാ നമ്മൾ റെസ്ട്രിക്ഷൻ എന്നും പറയും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ഇവിടെ x1ഉം x2ഉമാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലേ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ x2 ആൻഡ് x3 ആൻഡ് x3 ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ എത്ര ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. എത്ര എണ്ണ? 2. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. സെക്കൻഡ് കണ്ടീഷൻ എന്താ തന്നത്? x51 മൈനസ് x52 മൈനസ് എക്സെട്ര മൈനസ് x100 ഈക്വൽ ടു 0. ഇവിടെ നിന്ന് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാലോ, x51 എന്നത് ബാക്കിയുള്ള വേരിയബിൾസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണ് വരിക അത്? x52 പ്ലസ് അല്ലേ, x53 പ്ലസ് എക്സെട്ര പ്ലസ് x100 എന്ന് വരില്ലേ? ഓക്കെ, അതായത് അതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? x51 എന്നത് ബാക്കിയുള്ള വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് എത്ര ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഇവിടെ ഉണ്ട്? only 1 ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ ആണോ? അപ്പോൾ x51 ആണ് ഇവിടെ നമ്മൾ എടുത്ത സ്ഥിതിക്കുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ബാക്കിയെല്ലാം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടെന്ന് ഈ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. ടോട്ടൽ എത്ര ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടെന്ന് നോക്കാം. എല്ലാ കണ്ടീഷനും, ഇപ്പം ഇനി ഒരു കണ്ടീഷനും കൂടി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എത്ര ഉണ്ട് കണ്ടുപിടിക്കേണ്ടിയിരുന്നു. ഇപ്പം നമുക്ക് 2 കണ്ടീഷനും കൂടി കിട്ടി. ഒന്നിന് 2, മറ്റൊന്നിൽ 1. അതായത് ടോട്ടൽ 3 ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആണ് ഉള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് വി കാണാൻ ഡയമെൻഷൻ ഓഫ് ദ വെക്റ്റർ സ്പേസ്, അതായത് R100 ആണ് ഇവിടുത്തെ വെക്റ്റർ സ്പേസ്, അതിൻ്റെ ഡയമെൻഷനിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കുറച്ചാൽ മാത്രം മതി. അപ്പോൾ 100 ആണ് നമ്മുടെ R100ൻ്റെ ഡയമെൻഷൻ 100 ആണെന്ന് അറിയാം. അങ്ങനെയാകുമ്പോൾ 100ൽ നിന്ന് ടോട്ടൽ ഡിപ്പെൻഡൻറ്റ് 3 വേരിയബിൾ ആണ്, 3 നമ്മൾ മൈനസ് ചെയ്തു. സോ വിൽ ഗെറ്റ് 97 ആസ് ദ ആൻസർ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. Next question, let V be the set of all real functions y equal to f of x and d square y by dx square plus 9y equal to 0. Then dimension of V is option A 1, option B 9, option C 4, option D 2. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന V എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസ് ഉണ്ട്. ആ വെക്റ്റർ സ്പേസിൽ എലമെന്റ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ വെക്ടേഴ്സ് എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ ഫങ്ഷൻസ് ആണ്. ആൻഡ് ഗീവൺ ബൈ ഒരു കണ്ടീഷൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 9y ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ വിയുടെ ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ വിൻ്റെ ഡയമെൻഷൻ കാണാൻ അതിൻ്റെ ബേസിസ് എന്താണെന്ന് കണ്ടാൽ മതി അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗീവൺ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഈ സെക്കൻഡ് ഡിഗ്രി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. ലൈക്ക് m സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു 0. ഈ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? m ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3i. ഓക്കെ, ഇതേ രീതിയിലാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ, ഓക്സിലറി ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഒരു കോംപ്ലക്സ് നമ്പർ എന്നുള്ള രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ്റെ ഫോം എന്ന് പറയുന്നത് y ഈക്വൽ ടു e റേസ് ടു ax ഇൻറ്റു ബി കോസ് ബി എക്സ് പ്ലസ് സി സൈൻ ബി എക്സ് ആണ്. അതായത് ഇവിടുത്തെ ബി എന്ന് പറയുന്നത് ഈ ഓക്സിലറി ഇക്വേഷൻ്റെ സൊല്യൂഷനിലെ ഇമാജിനറി ടേം ആണ് ബി. അതിലെ റിയൽ ടേം ആണ് എന്ത്? എ എന്ന് പറയുന്നത്. വി നോ പ്ലസ് ഓർ മൈനസ് 3i റിയൽ ടേം ഇല്ല അല്ലേ? അത് 0 ആണ്. സോ ഇ റേസ് ടു 0x എന്ന് വരും. ആൻഡ് ബിക്ക് നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി കോസ് 3x പ്ലസ് സി സൈൻ 3x എന്നാണ് വരിക. ഓക്കെ, y ഈക്വൽ ടു ബി കോസ് 3x പ്ലസ് സി സൈൻ 3x എന്നുള്ള രീതിയിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. അതായത് നമ്മുടെ വെക്റ്റർ സ്പേസ് എന്ന് പറയുന്ന റിയൽ ഫംഗ്ഷൻ്റെ വെക്റ്റർ സ്പേസ് ആയിരുന്നു അല്ലേ? ആ വെക്റ്റർ സ്പേസിനെ ഈ 2 എലമെൻസിൻ്റെ അല്ലേ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് y എന്ന് പറയുന്നത് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ 2 എലമെൻസിനെ സ്പാൻ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ വെക്റ്റർ സ്പേസ് ഓഫ് റിയൽ ഫംഗ്ഷൻ. സോ വി ഈക്വൽ ടു സ്പാൻ ഓഫ് സെറ്റ് ഓഫ് ഓൾ കോസ് 3x സൈൻ 3x. ബേസിസ് ആവാനുള്ള ഒരു കണ്ടീഷനാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ആണല്ലോ. ഇനി എന്ത് ചെക്ക് ചെയ്താൽ മതി? ഇത് രണ്ടും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ മതി. അതിനുവേണ്ടി റോൺസ്കിയൻ ആണ് ഞാൻ എടുക്കുന്നത്. റോൺസ്കിയൻ എന്ന് പറയുന്ന അറിയാം. ആദ്യം കോസ് 3x സൈൻ 3x ആണ് നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് ചെക്ക് ചെയ്യേണ്ടത്. സോ ഡിറ്റർമിനൻ്റ് ഓഫ് y1 y2
y1 dash and y2 dash is the Wronskian. അത് 0 ആയാൽ ലീനിയർലി ഡിപ്പെൻഡൻറ്റും 0 അല്ലാതിരുന്നാൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണ്. സോ നമ്മളിവിടെ ചെക്ക് ചെയ്യാണ്. cos 3xന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു, ദാറ്റ് ഈസ് 3 sin 3x ആൻഡ് sin 3xന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് 3 cos 3x. നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് 3 എന്ന് കിട്ടും. ഓക്കെ, സോ which is not equal to 0, that means B is linearly independent. So V യിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? One is cos 3x and another is sin 3x. Therefore, dimension of V is equal to 2 എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടും. Let W1 equal to set of all x, y, z, w in R4 such that x plus y plus z equal to 0 equal to z plus w and W2 equal to set of all x, y, z, w in R4 such that x plus y plus z plus w equal to 0. Then, which of the following is true? Option A, dimension of W1 plus W2 equal to 3. Option B, dimension of W1 plus W2 equal to 2. Option C, dimension of W1 intersection W2 equal to 1. Option D, dimension of W1 intersection W2 equal to 2. So, in this ക്വസ്റ്റ്യനിൽ 2 സബ്സ്പേസസ് തന്നിട്ടുണ്ട്. രണ്ടും R4ന്റെ സബ്സ്പേസ് തന്നെയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിലേതാണ് ട്രൂ എന്നാണ്. ക്വസ്റ്റ്യനിൻ്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ W1 പ്ലസ് W2ൻ്റെ ഡയമെൻഷനും W1 ഇൻ്റർസെക്ഷൻ W2ൻ്റെ ഡയമെൻഷനും വെച്ചിട്ടാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. സോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതും ആദ്യം W1 ഇൻ്റർസെക്ഷൻ W2 എന്താണെന്ന് അറിയണം അല്ലേ. അതായത് 2 സബ്സ്പേസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ 2 സബ്സ്പേസിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എപ്പോഴൊക്കെയാണ് വെക്ടേഴ്സ് കോമൺ ആയിട്ട് വരിക എന്നാണ് നോക്കേണ്ടത് അല്ലേ. W1ൻ്റെയും W2ൻ്റെയും വെക്ടേഴ്സ് എപ്പോഴാണ് കോമൺ ആയിട്ട് വരിക എന്ന് ചെക്ക് ചെയ്താൽ മതി. അത് എപ്പോഴാണ് കോമൺ ആവുക? ഇവിടെ ഗീവൺ 2 കണ്ടീഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. W1ൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, W2ൽ വേറൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഒരേപോലെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് W1 ഇൻ്റർസെക്ഷൻ W2ലെ എലമെൻസിനെ കിട്ടുന്നത്. ഓക്കെ, സോ ആദ്യം W1ലെ ഫസ്റ്റ് കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് z ഈക്വൽ ടു 0 ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. ഇവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് വൈ പ്ലസ് z എന്ന് കിട്ടുമല്ലോ. അതായത് എക്സ് എന്ന് പറയുന്ന ഈ ഒരു വെക്റ്റർ ഡിപ്പെൻസ് ഓൺ വൈ ആൻഡ് z എന്ന് കിട്ടും. മാത്രമല്ല വേറൊരു കണ്ടീഷൻ തന്നത് z പ്ലസ് w ഈക്വൽ ടു 0 ആണ്. സോ z പ്ലസ് w ഈക്വൽ ടു 0 മീൻസ് z ഈക്വൽ ടു മൈനസ് w. ദാറ്റ് മീൻസ് there are 2 dependent variables here. One is z and one is x. So W1ൽ എത്ര ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടെന്ന് കിട്ടി? നേരത്തെ പോലെ തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. നേരത്തെ ആ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ we will get there are 2 dependent variables. So here there are 2 dependent variables. ഇനി W2ലോ ഒരേ ഒരു കണ്ടീഷനേ അവിടെയുള്ളൂ. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് z പ്ലസ് w ഈക്വൽ ടു 0. ഫ്രം ഹിയർ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് അല്ലേ, മൈനസ് ഓഫ് വൈ പ്ലസ് z പ്ലസ് w എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അതായത് ഇവിടെ എത്ര ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്? ദർ ഇസ് ഓൺലി 1 ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇനി W1 ഇൻ്റർസെക്ഷൻ W2 വരുമ്പോൾ എത്ര ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവും? കാരണം 2 കണ്ടീഷൻസും വേണം അല്ലേ. അപ്പോൾ എത്ര ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും? 2 കണ്ടീഷനും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 plus 1, there are 3 dependent variable in W1 intersection W2. So, dimension of W1 intersection W2 എന്ന് പറയുന്നത് ഇതിൻ്റെ വെക്റ്റർ സ്പേസ് എന്തായിരുന്നു? R4ൻ്റെ ഡയമെൻഷൻ. ഓക്കെ, ഡയമെൻഷൻ ഓഫ് R4 മൈനസ് ടോട്ടൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. എത്ര ടോട്ടൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്? there are 3 dependent variable. Okay, dimension of R4 is 4. So dimension of W1 intersection W2 is 4 minus 3, that is equal to 1 എന്ന് കിട്ടും. So options ഒന്ന് ചെക്ക് ചെയ്യുക. 1 ഉണ്ടോ ഇതിൽ? ഉണ്ട്. യെസ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ആകെ ഒരു ഓപ്ഷനെ കറക്റ്റ് ആയിട്ട് നമുക്ക് വരാറുള്ളൂ അല്ലേ. അപ്പോൾ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് വിചാരിക്കുക. സം 2 എന്നുള്ള രീതിയിലോ 3 എന്നുള്ള രീതിയിലൊക്കെയാണ് ഡയമെൻഷൻ ഓഫ്
W1 ഇൻ്റർസെക്ഷൻ W2 തന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അടുത്ത 2 ഓപ്ഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരികയാണ് അല്ലേ, എയും ബിയും. സോ നിങ്ങൾക്ക് അറിയുന്ന ഫോർമുലയാണ് ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് W2 ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് ഡയമെൻഷൻ ഓഫ് W2 മൈനസ് ഡയമെൻഷൻ ഓഫ് W1 ഇൻ്റർസെക്ഷൻ W2. ഡയമെൻഷൻ ഓഫ് W1 ഇസ് എത്രയാണ് ഡയമെൻഷൻ ഓഫ് W1? ഡയമെൻഷൻ ഓഫ് W1 ഈസ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് കണ്ടുപിടിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡയമെൻഷൻ ഓഫ് R4 നോക്കണം അല്ലേ. ഡയമെൻഷൻ ഓഫ് R4 ഇസ് 4. അതിൽ നിന്ന് എന്ത് കളയണം, ടോട്ടൽ നമ്പർ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ദാറ്റ് ഇസ് 2 ഇസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. സോ 2 ഇസ് ദ ഡയമെൻഷൻ ഓഫ് W1. ഇനി ഡയമെൻഷൻ ഓഫ് W2 കാണാനോ, ടോട്ടൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ 1 ആണ്. ഓക്കെ, ഇതിൻ്റെ ഡയമെൻഷൻ കാണാൻ വേണ്ടിയിട്ട് R4ൻ്റെ ഡയമെൻഷനിൽ നിന്ന്, R4ൻ്റെ ഡയമെൻഷൻ 4 ആണ്, അതിൽ നിന്ന് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കുറച്ചാൽ മതി. എത്ര കിട്ടും? 3 ആണ് W2ൻ്റെ ഡയമെൻഷൻ എന്ന് കിട്ടും. സോ W2ൻ്റെ ഡയമെൻഷൻ 3, W1ൻ്റെ ഡയമെൻഷൻ 2 ആൻഡ് ഡയമെൻഷൻ ഓഫ് W1 ഇൻ്റർസെക്ഷൻ W2 ഇസ് 1. നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 4 ആസ് ദ ആൻസർ. Therefore dimension of W1 plus W2 is 4. 4 എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഓപ്ഷൻസിൽ ഇല്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എന്ത് പറയാം, C is the correct answer.